വെൽക്കം ഓൾ. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? സോറി, ഇന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ലൈവ് ചാറ്റിൽ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യാം. പിന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ജിയോടെക്കിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. മിക്കവാറും ചൊവ്വാഴ്ചയായിരിക്കും. ചൊവ്വാഴ്ച ജിയോടെക്കിൻ്റെ തേർഡ് മൊഡ്യൂളിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മൊഡ്യൂള് നാളെ കൂടെ ക്ലാസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചൊവ്വാഴ്ച എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുക. എക്സാം സീരിയസ് എക്സാം നടത്തുന്നതായിരിക്കും. എല്ലാവരും പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഇത്രയും ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പോർഷൻസ് വേഗം കംപ്ലീറ്റ് ചെയ്ത് വേഗം പഠിച്ചു തീർക്കുക. എക്സാമിന് റെഡി ആവുക. ചൊവ്വാഴ്ചയായിരിക്കും മിക്കവാറും എക്സാം നടത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി ആരും അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യണ്ട. ഇനി പോസ്റ്റ് ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു സ്റ്റാൻഡേർഡ് പെനട്രേഷൻ എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന കൊഹീഷൻലെസ് സോയിൽസിന്, കൊഹീഷൻലെസ് സോയിൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? കൊഹീഷൻ ഇല്ലാത്തത്, അതായത് സാൻഡ് പോലെയുള്ള സോയിൽസിന് സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റാണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് അല്ലേ? അപ്പം അതിൽ കൊഹീഷൻലെസ് സോയിൽസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇനി അതേപോലെ കൊഹസീവ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോർഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ബോർഹോളിൽ യൂസ് ചെയ്യുന്ന സാമ്പിളർ സാമ്പിൾ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാമ്പിളർ ഏതായിരുന്നു? സ്റ്റാൻഡേർഡ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നത് അല്ലേ? ഇതിനകത്ത് നമ്മൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന ഒരു ഹാമർ ഉണ്ട്. ഒരു ഹാമറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 63.5 കിലോഗ്രാം മാസുള്ള ഒരു ഹാമർ ആയിരിക്കും. ആ ഹാമർ നമ്മൾ 750 ഹൈറ്റിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. 750 ഹൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് 750 mm ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് ആണ് നോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് ബ്ലോസ് കൊടുക്കുന്നതിൽ ഒരു കണക്കുണ്ടായിരുന്നു. എന്തായിരുന്നു? 30 ബ്ലോസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 30 ബ്ലോസ് എന്ന രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നിട്ട് 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് ആണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ 3 തവണ റെക്കോർഡ് ചെയ്തു അല്ലെ? ആദ്യത്തെ 150 mm വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് നോട്ട് ചെയ്തു. എഗെയിൻ മൂന്നാമതും 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തു. അതിന് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത 150 mm പെനട്രേഷന് വേണ്ട ഫസ്റ്റത്തെ നമ്പർ ഓഫ് ബ്ലോസിന് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്തു. കാരണം അതൊരു സീറ്റിംഗ് ലോഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്ത നമ്പർ ഓഫ് ബ്ലോസ് അതിന് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തിരുന്നു അല്ലേ? 150 mm. രണ്ടാമത്തെ 150 mm പെനട്രേഷന് വേണ്ടതും അതുപോലെ മൂന്നാമത്തെ 150 mm പെനട്രേഷനും വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിന്റെയും സമ്മിനിയാണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. N1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് ഫോർ 150 mm പെനട്രേഷൻ ഫസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നത്. N2 എന്ന് പറയുന്നത് രണ്ടാമത്തെ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് ആണ്. N3 എന്ന് പറഞ്ഞാൽ എഗെയിൻ മൂന്നാമത് പ്രൊവൈഡ് ചെയ്യുന്ന 150 mm പെനട്രേഷന് വേണ്ടി കൊടുക്കുന്ന നമ്പർ ഓഫ് ബ്ലോസ് ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റിന്റെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട് കണ്ടോ? 150 mm പെനട്രേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബ്ലോസ് ആണ് N1. രണ്ടാമത്തെ 150 mm പെനട്രേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബ്ലോസ് ആണ് N2. മൂന്നാമത്തെ 150 mm പെനട്രേഷന് വേണ്ട നമ്പർ ഓഫ് ബ്ലോസ് ആണ് N3 എന്ന് പറയുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ N എന്ന് പറയുന്നത്
രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പർ ഓഫ് ബ്ലോസിന്റെ സമ്മാണ് n2 പ്ലസ് n3. ഓക്കെ, ഇനി നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു കറക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലാറ്റൻസി കറക്ഷനും അതുപോലെ ഓവർ ബർഡൻ കറക്ഷനും. അതിൽ ഡയലാറ്റൻസി കറക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? 15 പ്ലസ് 0.5 ഇൻറ്റു NR മൈനസ് 15 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഓവർ ബർഡൻ കറക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലാസ് വൈൻഡപ്പ് ആയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്ഷൻ നമുക്ക് ആവശ്യമില്ല, നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് 2 കറക്ഷൻ അപ്ലൈ ചെയ്യണം, ഡയലാറ്റൻസി കറക്ഷനും ഓവർ ബർഡൻ കറക്ഷനും. ഇത് 2 കറക്ഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 കറക്ഷൻ ഏതാണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയായിരുന്നു? ഡയലാറ്റൻസി കറക്ഷനും അതുപോലെ ഓവർ ബർഡൻ കറക്ഷനും. അപ്പൊ നമുക്ക് അങ്ങനെ കറക്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ. കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം കറക്റ്റഡ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കിട്ടും അല്ലെ? ഈ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? കോസി സോയിലിന്റെ കേസിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കോസി സോയിലിന്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. QU എന്ന് പറയുന്നത് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. QU is equal to 12.5 ന്യൂട്ടൺ. 12.5 ന്യൂട്ടൺ. ഒരു മിനിറ്റ്. അപ്പോൾ n വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോസി സോയിൽ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇതാണ്. QU is equal to 12.5 ന്യൂട്ടൺ. 12.5 ന്യൂട്ടൺ. ഓക്കെ, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് is equal to 12.5 ന്യൂട്ടൺ അല്ല, തെറ്റി പറഞ്ഞാണ്. n എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ. ഞാൻ തെറ്റി പറഞ്ഞതാണ് കേട്ടോ. n is the standard penetration number. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറിന് 12.5 എന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? QU എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. അതിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റിൽ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ n എന്ന് പറയുന്നത് ന്യൂട്ടൺ അല്ല. എഗെയിൻ ഞാൻ പറയുന്നു, എനിക്ക് തെറ്റിപ്പോയതാണ്. ഈ n എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്, നിങ്ങൾ തെറ്റി പറയരുത്. n എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ ആണ്. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറിനെ 12.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടുന്നതാണ്. ഇനി കോയിഷൻലെസ് സോയിലിന്റെ കേസിൽ നമുക്ക് n വാല്യൂ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ആംഗിൾ ഓഫ് ഷിയർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു n വാല്യൂ, അതായത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഷിയറിംഗ് റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു കോറിലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടേബിളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് ഡെൻസിനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ടേബിളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ ആൻഡ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ഈ ടേബിൾ നിങ്ങൾക്ക് വാല്യൂ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഷിയറിംഗ് റെസിസ്റ്റൻസ്, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസും എന്നും വെച്ചുള്ളൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ആ കോറിലേഷൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് എന്താണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്, എന്താണ് ആ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റിലെ റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ ആണ് അല്ലെ? അപ്പൊ ആ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. ഡയലാറ്റൻസി കറക്ഷനും അതുപോലെ തന്നെ ഓവർ ബർഡൻ കറക്ഷനും അപ്ലൈ ചെയ്യണം. അതിനുശേഷം കോസി സോയിലിന്റെ കേസിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടാനായിട്ട് QU is equal to 12.5 n എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ. ഓക്കെ, പിന്നെ n ന്റെ ഫൈനൽ കോറിലേഷൻ
ബിറ്റ്വീൻ n and 5 കോറിലേഷനും അതുപോലെ കോറിലേഷൻ ബിറ്റ്വീൻ n and q ടേബിളിൽ നിന്ന് മനസ്സിലാക്കുക. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് നോക്കി പോവുക. പക്ഷേ SPT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ജിയോഫിസിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങില് സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും. ഓപ്പൺ എക്സ്കവേഷൻസ്, ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ് ആൻഡ് ജിയോഫിസിക്കൽ മെത്തേഡ്സ്. അതിലെ ജിയോഫിസിക്കൽ മെത്തേഡ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, ജിയോഫിസിക്കൽ എന്താണ് ജിയോഫിസിക്കൽ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, സബ്സോയിൽ സ്ട്രാറ്റയുടെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് ജിയോഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്തിനാ ജിയോഫിസിക്കൽ മെത്തേഡ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെന്റ് സ്ട്രാറ്റയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഇവാലുവേഷൻ റാപ്പിഡ് ആയിട്ട് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ജിയോഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് രണ്ട് രീതിയിലുള്ള രണ്ട് കാറ്റഗറിയിൽ ജിയോഫിസിക്കൽ മെത്തേഡ്സിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഒന്നാമത്തേത് സീസ്മിക് മെത്തേഡും സീസ്മിക് റിഫ്രാക്ഷൻ മെത്തേഡ്. രണ്ടാമത്തേതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്. രണ്ടെണ്ണമുണ്ട്, സീസ്മിക് മെത്തേഡും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനലൈസ് അല്ല ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ജിയോഫിസിക്കൽ മെത്തേഡ് ചെയ്യുന്നതിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന്, വളരെ അപ്രോക്സിമേറ്റ് ആണ്. ജിയോഫിസിക്കൽ മെത്തേഡ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ്. പക്ഷേ നമുക്ക് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷന്, സബ്സോയിൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷന് ജിയോഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ രണ്ട് കാറ്റഗറിയാണുള്ളത്, സീസ്മിക് മെത്തേഡും ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡും. അപ്പൊ സീസ്മിക് മെത്തേഡ് മാത്രം, അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡിൽ രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡും അതുപോലെ ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡും. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡിൽ രണ്ടെണ്ണമുണ്ട്, ഇലക്ട്രിക്കൽ പ്രൊഫൈലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൗണ്ടിങ്. നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സീസ്മിക് മെത്തേഡ് എന്താണെന്ന് നോക്കാം. സീസ്മിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇലാസ്റ്റിക് ഷോക്ക് വേവ്സ് ഹാവ് ഡിഫറെന്റ് വെലോസിറ്റീസ് ഇൻ ഡിഫറെന്റ് മെറ്റീരിയൽ. നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഷോക്ക് വേവ് പ്രൊവൈഡ് ചെയ്യാണ്. ആ ഷോക്ക് വേവ് യൂസ് ചെയ്തിട്ട് ആ ഇലാസ്റ്റിക് ഷോക്ക് വേവ്സിന് ഡിഫറെന്റ് മെറ്റീരിയൽസിൽ ഡിഫറെന്റ് വെലോസിറ്റീസ് ആണ് അത് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോക്ക് വേവ് ഏതാണെന്ന് വെച്ചാൽ റിഫ്രാക്റ്റഡ് വേവ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. റിഫ്രാക്റ്റഡ് വേവ്സ്, അതായത് നമ്മളൊരു പോയിന്റ് എടുക്കും, ആ പോയിന്റിൽ ഞാൻ ഫിഗർ കാണിക്കാം. ഇതാണ് സീസ്മിക് മെത്തേഡിന്റെ ഗ്രാഫിക്കൽ ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗർ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പാക്ട് പോയിന്റ് ആണത്, എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കുകയാണ്. ഈ പി എന്ന പോയിന്റിൽ നമ്മൾ ഹാമർ ബ്ലോ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എക്സ്പ്ലോസീവ് ചാർജ് ഈ പി എന്ന പോയിന്റിൽ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് വേവ്സ് ജനറേറ്റ് ചെയ്യും. ഈ ഷോക്ക് വേവ്സ് ഈ ഓരോ ലെയറിലും വ്യത്യസ്ത വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഈ ലെയർ എന്ന് പറയുന്നത് സോയിലിന്റെ ഡിഫറെന്റ് ലെയേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെന്റ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിന്റെ തന്നെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡിഫറെന്റ് ക്യാരക്ടർ കാണിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഓരോ ലെയറിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള വെലോസിറ്റീസ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ലെയർ 1 ഷോക്ക് വേവ് മൂവ് ചെയ്യുന്നത് V1 എന്നുള്ള വെലോസിറ്റിയിലാണ്. അത് ലെയർ 2 ആകുമ്പോൾ V2 എന്നുള്ള വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അത് ലെയർ 3 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V3 എന്നുള്ള വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ H1, H2, H3 എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ് ആണ്, ഓരോ ലെയറിന്റെയും തിക്നെസ് ആണ്. അപ്പോൾ H1, H2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഇതിന്റെ കൂടെ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിഗറിന്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും അങ്ങനെ ഡീപ്പായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, പി എന്ന പോയിന്റിൽ നമ്മളൊരു ഹാമർ ബ്ലോ അല്ലെങ്കിൽ ചെറിയ എക്സ്പ്ലോസീവ് ചാർജ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഷോക്ക് വേവ്സ് ജനറേറ്റ് ചെയ്യും. ആ ഷോക്ക് വേവ്സ് ഈ ഓരോ ലെയറിലൂടെയും ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇനി ഫസ്റ്റ് ലെയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എ ബി സി എന്നുള്ള പോയിന്റിൽ x0 x1 x2 എന്നുള്ള ഡിസ്റ്റൻസ് എ ബി സി എന്നുള്ള പോയിന്റിൽ ജിയോ ഫോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജിയോ ഫോൺസ്. അപ്പം ഈ റിഫ്രാക്ട് ചെയ്ത് വരുന്ന റേസ് ഈ ജിയോ ഫോൺസിൽ വന്ന് റെക്കോർഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ജിയോ ഫോൺസിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ആദ്യത്തെ എ എന്ന പോയിന്റിൽ നമ്മളൊരു ജിയോ ഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ ജിയോ ഫോൺസിലേക്ക് ഗ്രൗണ്ട് വൈബ്രേഷൻസ്, നമ്മുടെ ഷോക്ക് വേവ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൗണ്ട് വൈബ്രേഷൻസ് ആണ് ജിയോ ഫോൺസിലേക്ക് വന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ഗ്രൗണ്ട് വൈബ്രേഷൻസിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ജിയോ ഫോൺസ് എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് വൈബ്രേഷനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തതിനു ശേഷം അത് ഏതെങ്കിലും റെക്കോർഡിംഗ് അപ്പാരറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഫിഗറിൽ റെക്കോർഡിംഗ് അപ്പാരറ്റസ് ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ജിയോ ഫോൺ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ജിയോ ഫോണിന്റെ ലൊക്കേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഷോക്ക് വേവ്സ് ഉണ്ടാക്കുന്ന വൈബ്രേഷൻസ് ഈ ജിയോ ഫോൺസ് ആക്സെപ്റ്റ് ചെയ്യും, അതിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും റെക്കോർഡിംഗ് അപ്പാരറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, ഈ H1 H2 H3 എന്ന് പറയുന്നത് ഓരോ ലെയറിന്റെയും തിക്നെസ് ആണ്. അപ്പൊ ഈ ലെയറിന്റെ തിക്നെസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെത്തുന്നതിന് വേണ്ടി നമ്മളൊരു കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രാറ്റുകളിലുള്ള വെലോസിറ്റീസ് ഉണ്ടല്ലോ, അതായത് V1 V2 V3 ഓരോ ലെയറിലുള്ള വെലോസിറ്റീസ്, അത് എന്ന് പറയുന്നത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനിലാണ് ഇതിന്റെ ഇക്വേഷൻസ്, ബേസിക് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ V1 എന്ന് പറയുന്നത് ലെയർ 1ലെ വെലോസിറ്റി, V2 എന്ന് പറയുന്നത് ലെയർ 2ലെ വെലോസിറ്റി, V3 എന്ന് പറയുന്നത് ലെയർ 3ലെ വെലോസിറ്റി. അപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്, V3 ഈസ് ഗ്രേറ്റർ ദാൻ V2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ V1. അതായത് ഡെപ്ത് കൂടുന്തോറും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ള അസംഷൻസിലാണ് നമ്മുടെ ഇക്വേഷൻസ്, ഈ ബേസിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ V1 V2 V3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V3 എന്നുള്ള വെലോസിറ്റി ആണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞാൽ V2 then V1. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഇതിലെ എ എന്ന പോയിന്റ്, ഇമ്പാക്ട് പോയിന്റിന് ഏറ്റവും അടുത്തുള്ള ജിയോ ഫോൺ എന്ന് പറയുന്നത് എ എന്ന പോയിന്റിലാണ് അല്ലെ. അപ്പൊ എ എന്ന പോയിന്റിലേക്ക് ആണ് ആദ്യം V1 എന്നുള്ള വെലോസിറ്റിയില്, ലെയർ 1ലെ V1 എന്നുള്ള വെലോസിറ്റിയില് നമ്മുടെ റേസ് എത്തുന്നത്. അതുപോലെ അതിനുശേഷമാണ് ബി എന്ന പോയിന്റിൽ, ആ ബി എന്ന പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മുടെ ഷോക്ക് വേവിന് ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. കാരണം അത് ലെയർ 1ൽ V1 എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, എന്നിട്ട് ലെയർ 2ലേക്ക് റിഫ്രാക്ട് ചെയ്ത് കടന്നു പോകുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് ലെയർ 2ൽ V2 എന്നുള്ള വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് എന്ത് സംഭവിക്കുന്നു? ലെയർ 2ൽ എത്തുമ്പോൾ V2 എന്നുള്ള വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് അത് V1 എന്നുള്ള വെലോസിറ്റിയിൽ തന്നെ അപ്പൊ പോയിന്റ് പി, ഇമ്പാക്ട് പോയിന്റിന്റെ അതിൽ വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ബി എന്നുള്ളത് അല്ലെ. അപ്പൊ ബി എന്ന പോയിന്റിലേക്ക് റിഫ്രാക്റ്റഡ് വേവ്സ് ആണ് ഡയറക്റ്റ് വേവ്സിനേക്കാൾ മുന്നേ എത്തുന്നത്. അതായത് പി എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ് ലെയർ 1ൽ V1 എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇമ്പാക്ട് പോയിന്റ് ഇതാണ്. ഇമ്പാക്ട് പോയിന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വേവ് V1 എന്നുള്ള വെലോസിറ്റിയിൽ ലെയർ 1ൽ മൂവ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ലെയറിലേക്ക് റിഫ്രാക്ട് ചെയ്തിട്ട് V2 എന്നുള്ള വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു? ലെയർ 1ലേക്ക് തന്നെ ട്രാവൽ ചെയ്ത് V1 എന്നുള്ള വെലോസിറ്റിയിൽ ലെയർ 1ലേക്ക് ട്രാവൽ ചെയ്യുന്നു. എന്നിട്ട് ബി എന്ന പോയിന്റിൽ ജിയോ ഫോണിൽ ചെന്ന് വേവ്സ്, വൈബ്രേഷൻ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ലെയർ 3ലെ കേസ് എടുക്കുകയാണെങ്കിലോ, അതായത് പോയിന്റ് സിയിലേക്ക് വരുന്ന വേവ്സ് അത് 2 പ്രാവശ്യം റിഫ്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ലെയർ 1ൽ നിന്നും ലെയർ 2ലേക്ക് റിഫ്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ലെയർ 2ൽ നിന്ന് ലെയർ 3ലേക്കും റിഫ്രാക്ട് ചെയ്യുന്നു.
എന്നിട്ട് ഒരു V3 എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് ലെയർ 2 V2 എന്നുള്ള വെലോസിറ്റിയിലും ലെയർ 1 V1 എന്നുള്ള വെലോസിറ്റിയിലും തിരിച്ചു പോയിട്ട് സി എന്ന പോയിന്റിൽ വൈബ്രേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഷോക്ക് വേവ്സിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഈ ചിത്രം വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. അറ്റ് പോയിന്റ്സ് വിച്ച്, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അറ്റ് പോയിന്റ്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് അവേ ഫ്രം ദ പോയിന്റ് ഓഫ് ഇമ്പാക്ട് സച്ച് ആസ് പോയിന്റ് ബി, ദ റിഫ്രാക്റ്റഡ് വേവ്സ് റീച്ച് ഏർലിയർ ദാൻ ദി ഡയറക്റ്റ് വേവ്സ്. എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അറ്റ് പോയിന്റ്സ് ഫർദർ അവേ ഫ്രം ദി പോയിന്റ് ഓഫ് ഇമ്പാക്ട് സച്ച് ആസ് പോയിന്റ് സി, ദ വേവ്സ് വിച്ച് ആർ റിഫ്രാക്റ്റഡ് ട്വൈസ്, 2 പ്രാവശ്യം സി എന്ന പോയിന്റിലേക്ക് വരുന്ന വേവ്സ് 2 തവണ റിഫ്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ നമുക്കിനി അതിന്റെ തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തിക്നെസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് പി എന്ന പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x0, x1, x2 ആൻഡ് x3. ഈ അറൈവൽ ടൈം ഓഫ് ഫസ്റ്റ് വേവ്, എന്നിട്ട് നമ്മുടെ ജിയോ ഫോൺസിലേക്ക് എത്തുന്ന ഫസ്റ്റ് വേവിന്റെ ടൈം ആണ് ഇവിടെ നമ്മൾ y ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിൽ ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഈ ഒരു ഷേപ്പിൽ ഗ്രാഫ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, തിക്നെസ്സും മറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, നിങ്ങൾ ഫസ്റ്റ് ഫിഗറിൽ ഒപ്പം ഇക്വേഷൻ കണ്ടില്ലായിരുന്നോ? ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെത്തുന്നത് ഈ ഗ്രാഫിൽ നിന്നാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ലെയറിലെയും ദ വെലോസിറ്റി ഇൻ എനി ലെയർ ഈസ് ഈക്വൽ ടു ദി റെസിപ്രോക്കൽ ഓഫ് ദി സ്ലോപ്പ് ഓഫ് ദി കറസ്പോണ്ടിങ് ലൈൻ. ഓരോ ലെയറിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കലിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ tan alpha 1. അപ്പോൾ V1 is equal to tan alpha 1, V2 is equal to tan alpha 2, V3 is equal to tan alpha 3. വെലോസിറ്റി, ഓരോ ലെയറിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ആ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കലിന് ഈക്വൽ ആണ്. ഓക്കെ, അതുകൂടെ ഈ ഒരു പോയിന്റിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ പ്രൊസീജിയർ നമ്മൾ മോർ ദാൻ 3 ലെയേഴ്സ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി type of material in various layers can be determined by comparing the velocities obtained with the standard velocities given in table given below. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് വെലോസിറ്റി ആണ്. ഓരോ ടൈപ്പ് ഓഫ് റോക്കിലും നമുക്കിപ്പോൾ വെലോസിറ്റി ഗ്രാഫിൽ നിന്ന് കിട്ടും അല്ലേ. തിക്നെസ് നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രാഫിൽ നിന്ന് കിട്ടും. അപ്പോൾ വെലോസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത്, ആ ഒരു റീജിയനിലുള്ള ടൈപ്പ് ഓഫ് റോക്ക് അല്ലെങ്കിൽ സോയിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? അതാണ് നമ്മൾ സിസ്മിക് മെത്തേഡിൽ ചെയ്യുന്നത്. സിസ്മിക് മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും ഹാമർ ബ്ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എക്സ്പ്ലോസീവ് ചാർജ് പ്രൊവൈഡ് ചെയ്തിട്ട് ഷോക്ക് വേവ്സ് ഉണ്ടാക്കും. ആ ഷോക്ക് വേവ് ഓരോ ലെയറിലും ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് റിഫ്രാക്ഷൻ എല്ലാം സംഭവിച്ചിട്ട് നമ്മുടെ ജിയോ ഫോൺസിൽ വന്ന് വൈബ്രേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ആ വൈബ്രേഷൻസിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റും. എന്നിട്ട് അതിനെ ഏതെങ്കിലും റെക്കോർഡിംഗ് അപ്പാരറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെക്കോർഡിംഗ് അപ്പാരറ്റസിൽ നിന്ന് ടൈം കിട്ടും. എത്ര ടൈമിലാണ് ആ റേസ് വന്ന് തട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആ റെക്കോർഡിംഗ് അപ്പാരറ്റസിൽ നിന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെ വെച്ച് ടൈമും ഡിസ്റ്റൻസും വെച്ചുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ടൈമും ഡിസ്റ്റൻസും വെച്ചുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫില് ഓരോ ലെയറിലെയും വെലോസിറ്റി എന്ന് പറയുന്നത് ആ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ലെയർ വെലോസിറ്റി
ഗ്രാഫിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ തിക്നെസ്സും വെലോസിറ്റിയും കിട്ടിക്കഴിഞ്ഞു. എത്ര തിക്നെസ്സിലാണ് ഓരോ ലെയർ ഉള്ളതെന്ന് കിട്ടിക്കഴിഞ്ഞു. ഓരോ ലെയറിലെ വെലോസിറ്റിയും കിട്ടി. അപ്പൊ ഈ നമ്മുടെ ഈ ഷോക്ക് വേവ്സിന് ഓരോ ലെയറിലും ഡിഫറെന്റ് വെലോസിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വെലോസിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് വെലോസിറ്റി ഇപ്പോൾ നമുക്കൊരു ലെയറിൽ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 4000-നും 6000-നും ഇടയ്ക്കാണ് വെലോസിറ്റി കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ലെയർ എന്ന് പറയുന്നത് ഗ്രാനൈറ്റിന്റെ ലെയർ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി 1500-നും 3000-നും ഇടയ്ക്കാണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ലെയർ, ആ 1500-നും 3000-നും ഇടയ്ക്ക് വാല്യൂ വെലോസിറ്റി കിട്ടിയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ചിലപ്പോൾ സാൻഡ് സ്റ്റോൺ ആയിരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് വെലോസിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ഏത് തരം ലെയർ ആണ്, ആ സോയിൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സെയ്സ്മിക് മെത്തേഡ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് സെയ്സ്മിക് മെത്തേഡ്. നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ പഠിച്ചിരിക്കണം. ഫിഗർ വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെയ്സ്മിക് മെത്തേഡിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ cannot be used if a hard layer with a greater seismic velocity overlies a softer layer with a smaller seismic velocity. അതായത് ഒരു ഹാർഡ് ലെയർ, വെലോസിറ്റി കൂടുതലുള്ള ഒരു ഹാർഡ് ലെയർ ഒരു സോഫ്റ്റ് ലെയറിന് മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയ്സ്മിക് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കോൺക്രീറ്റ്, ആസ്ഫാൾട്ട് പേയ്മെന്റ് അതുപോലെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽ വെച്ച് കവർ ചെയ്ത ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ സെയ്സ്മിക് മെത്തേഡ്, അതായത് എന്താണെന്ന് വെച്ചാൽ ആ വേവ്സ്, ഷോക്ക് വേവ്സ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. അതുപോലെ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് ഫീച്ചേഴ്സ് ഉള്ള ഏരിയാസ് ആണെങ്കിൽ, അതായത് കോൺഡ്യൂട്ട്സ്, അതുപോലെ ഡിപ്പിംഗ് സ്ട്രാറ്റ, വാട്ടർ ടേബിൾ ഇറഗുലർ ആയിട്ടുള്ള ഏരിയ, അങ്ങനത്തെ ഏരിയാസിലൊന്നും നമുക്ക് സെയ്സ്മിക് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. If the surface layer is frozen, the method cannot be successfully used as it corresponds to a case of harder layer overlaying a softer layer. ഇനി ഏതെങ്കിലും ഫ്രോസൺ ആയിട്ടുള്ള ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, സോഫ്റ്റർ ലെയറിന്റെ മീതെ ഹാർഡർ ലെയർ കിടക്കുന്നതിന് തുല്യമാണ് അല്ലെ. മുകളിലത്തെ ലെയർ ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസാണ്, ഈ ലിമിറ്റേഷൻ പറഞ്ഞതിൽ ഫസ്റ്റ് കേസാണ്. സോ അത്തരം കേസുകളിൽ നമുക്ക് സെയ്സ്മിക് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഒക്കെ ആവശ്യമുണ്ട്. സോ അത് ആണ് അടുത്തൊരു ലിമിറ്റേഷൻ. ഇനി അതുപോലെ തന്നെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സർവീസ് അത്യാവശ്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സർവീസിന്റെ ആവശ്യമുണ്ട്. അതാണ് ഇതിന്റെ അവസാനത്തെ ലിമിറ്റേഷൻ. അപ്പൊ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് സെയ്സ്മിക് മെത്തേഡ്സിന് ഉള്ളത്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം, സെയ്സ്മിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലെയറിന്റെയും തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ അത് ഏത് ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് അവിടെ ഉള്ളത് എന്നും കൂടെ അനലൈസ് ചെയ്യാനായിട്ട് സെയ്സ്മിക് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രിലിമിനറി ഇൻഫർമേഷൻ, അതിന്റെ ഡെപ്ത് എത്രയാണ്, ഓരോ ലെയറിന്റെ ഡെപ്ത് എത്രയാണ്, അല്ലെങ്കിൽ ഓരോ ലെയറും ഏത് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇത് സെയ്സ്മിക് മെത്തേഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറയാം സെയ്സ്മിക് മെത്തേഡ് എന്താണെന്ന്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഷോക്ക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പോയിന്റ് ഉണ്ടായിരിക്കും നമുക്ക്, ഇമ്പൾസ് പോയിന്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും ഹാമർ ബ്ലോ എന്തെങ്കിലും കൊടുത്ത് ഷോക്ക് വേവ്സ് ഉണ്ടാക്കും. അത് ഓരോ ലെയറിൽ ഡിഫറെന്റ് വെലോസിറ്റീസിൽ മൂവ് ചെയ്യും. എന്നിട്ട് ഓരോ ലെയറിൽ മൂവ് ചെയ്ത് റിഫ്രാക്ട് ചെയ്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ഗ്രൗണ്ടിൽ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ജിയോഫോൺസിൽ വന്ന് സൗണ്ട് വേവ്സ്, സൗണ്ട് വൈബ്രേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ വൈബ്രേഷൻ അവരെന്ത് ചെയ്യും, ജിയോഫോൺസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റും. എന്നിട്ട് അതിനെ ഏതെങ്കിലും റെക്കോർഡിംഗ് അപ്പാരറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് നമുക്ക് അത് എത്ര ടൈമിനുള്ളിലാണ് അത് ജിയോഫോണിൽ എത്തിച്ചേർന്നു എന്നുള്ള ടൈം നമുക്ക് കിട്ടും. അപ്പൊ ഈ ടൈമും ഇത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും വെച്ച് നമുക്ക് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ജിയോഫോൺ
എത്ര ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്, നമ്മുടെ സോഴ്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ജിയോ ഫോൺസ് വെച്ചിട്ടുള്ളത്, ആ ഡിസ്റ്റൻസും അതുപോലെ ജിയോ ഫോണിലേക്ക് എത്തിച്ചേർന്ന ഓരോ വേവ്സും എത്തിച്ചേർന്നിട്ടുള്ള ടൈമും വെച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഓരോ ലെയറിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ആ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ് വെലോസിറ്റി തരുന്നത്. ഓക്കെ, ആ വെലോസിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? ഓരോ ലൈനിന്റെയും സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ് കറസ്പോണ്ടിങ് ലെയറിന്റെ വെലോസിറ്റി ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് തിക്നെസ്സും വെലോസിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഫിഗറിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് തിക്നെസ്സും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ തിക്നെസ്സും വെലോസിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു ടേബിൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് വാല്യൂസ് കാണിക്കുന്ന ഒരു ടേബിൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ടേബിളിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടുന്ന വെലോസിറ്റി എത്രയാണോ എന്ന് നോക്കിയിട്ട് അവിടെ ആ ടൈപ്പ് ഓഫ് റോക്ക് അല്ലെങ്കിൽ സോയിൽ ഏതാണെന്ന് ഈ ഒരു ടേബിൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് സീസ്മിക് മെത്തേഡ്. നമുക്കിനി അടുത്ത മെത്തേഡിലേക്ക് പോകാം. അടുത്ത മെത്തേഡ് ഏതാണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി നമ്മൾ റോ എന്ന ലെറ്റർ വെച്ച് കാണിക്കുന്നു. RA/L എന്നുള്ള ആണ് റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ബേസിക് ആയി പഠിച്ച കാര്യങ്ങളാണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കൽ ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. കാണാനുള്ള ഇക്വേഷൻ ആണ് RA/L. അപ്പൊ ഇതിൽ ഓരോ ടേം എന്താണ്? R എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഓംസ് ആണ് അതിന്റെ യൂണിറ്റ്. R എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറുടെ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടർ അത് സെന്റിമീറ്റർ സ്ക്വയറിൽ പറയുന്നു. L is the length of conductor. ഓക്കെ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ. റോ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓം സെന്റിമീറ്റർ, അതാണ് അതിന്റെ യൂണിറ്റ്. അപ്പോൾ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ ഏത് ടൈപ്പ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാത്രമല്ല അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ്, അതല്ലെങ്കിൽ അവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് അയൺസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് സോയിലാണ് ഈ മെത്തേഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സോയിലാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ട്. റോക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഡ്രൈ സോയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാച്ചുറേറ്റഡ് ക്ലേസ് ആയിരിക്കാം. അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും നമ്മുടെ ഗ്രൗണ്ടിൽ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ റോക്കിനും അതുപോലെ ഡ്രൈ സോയിൽസിനും ഹാവ് ഗ്രേറ്റർ റെസിസ്റ്റിവിറ്റി ദാൻ സാച്ചുറേറ്റഡ് ക്ലേസ്. സാച്ചുറേറ്റഡ് ക്ലേസിനെ അപേക്ഷിച്ച് റോക്കിനും ഡ്രൈ സോയിലിനും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്ക് അല്ലെങ്കിൽ സോയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റിവിറ്റി വാല്യൂ നമ്മൾ ഏകദേശം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് റോക്ക് ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5000 ആണ്. വെതേർഡ് റോക്ക് ആണെങ്കിൽ 1500 to 2500. ഗ്രാവൽ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്ക് അല്ലെങ്കിൽ സോയിലുള്ള കറസ്പോണ്ടിങ് റെസിസ്റ്റിവിറ്റി വാല്യൂ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസിസ്റ്റിവിറ്റി വാല്യൂ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്നാണ് ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ്. ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡ് ഡിഫറെന്റ് സ്ട്രാറ്റാസ് തമ്മിലുള്ള ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് സ്ട്രാറ്റകൾ തമ്മിലുള്ള ബൗണ്ടറീസ്, അതിന്റെ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാൻഡിന്റെയും ഗ്രാവലിന്റെയും ഡെപ്പോസിറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാൻഡ് ഗ്രാവൽ പോലെയുള്ള ഡെപ്പോസിറ്റ്, അതിന്റെ ഡെപ്പോസിറ്റ് എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിക്കാനും വേണ്ടി ഈ മെത്തേഡ് സാധാരണയായി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത മെത്തേഡാണ് ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ്. ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ് എന്തിനാന്ന് വെച്ചാൽ ഡെപ്ത് കൂടുന്നതനുസരിച്ച് ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് ഡെപ്ത് കൂടുന്നതനുസരിച്ച് ഓരോ സ്ട്രാറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ
സബ് സർഫസ് വേരിയേഷൻ, ഹാർഡ് ലെയർ അല്ലെ സോഫ്റ്റർ ലെയറിന്റെ മുകളിൽ ഹാർഡ് ലെയർ വന്നാലും, അല്ലെങ്കിൽ തിരിച്ച് ഹാർഡ് ലെയറിന്റെ മുകളിൽ സോഫ്റ്റ് ലെയർ വന്നാലും അത് അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ ടേബിൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഓരോ സ്ട്രാറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹാർഡ് ലെയർ സോഫ്റ്റ് ലെയറിന് മുകളിൽ വന്നാലും, തിരിച്ച് സോഫ്റ്റ് ലെയർ ഹാർഡ് ലെയറിന് മുകളിൽ വന്നാലും സബ് സർഫസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഒപ്പം വാട്ടർ ടേബിൾ ലൊക്കേറ്റ് ചെയ്യാനും ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ് സാധാരണയായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡ്. അപ്പോൾ ഇതിന്റെ ഫിഗർ പഠിച്ചു വെക്കണം. ഇതിന് 4 ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, 4. ഇതിനെ നമുക്ക് മാപ്പിംഗ് മെത്തേഡ്, റെസിസ്റ്റിവിറ്റി മാപ്പിംഗ് മെത്തേഡ് എന്ന് കൂടെ പറയുന്നുണ്ട്. 4 ഇലക്ട്രോഡ് ഒരു ഡി എന്ന സ്പേസിംഗ്, പെർട്ടിക്കുലർ സ്പേസിംഗിൽ നമ്മൾ 4 ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ 4 ഇലക്ട്രോഡ്സിലെ പുറമേയുള്ള 2 ഇലക്ട്രോഡിന് നമുക്ക് കറന്റ് ഇലക്ട്രോഡ് എന്നും, ഉള്ളിലുള്ള 2 ഇലക്ട്രോഡ്സിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. പുറത്തുള്ളതിനെ കറന്റ് ഇലക്ട്രോഡും ഉള്ളിലുള്ളതിനെ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് എന്നും പറയും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡി സി കറന്റ് ഔട്ടർ ഇലക്ട്രോഡിലൂടെ ഒരു ഡി സി കറന്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഈ പൊട്ടൻഷ്യോമീറ്ററിൽ അതിന്റെ വോൾട്ട് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റോ കാണാനുള്ള ഇക്വേഷൻ, റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πAV. നമ്മൾ കറണ്ട് കൊടുക്കുന്നു, നമുക്ക് വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് റെസിസ്റ്റിവിറ്റി എത്രയാണെന്ന് കിട്ടും. 2πAV/I. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്, നമ്മൾ കൊടുക്കുന്ന കറണ്ട് എത്രയാണ്, ഡി സി കറണ്ട് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിംഗ് ഓഫ് ഇലക്ട്രോഡ്സ്. സോറി, ഒരു കറക്ഷൻ ഉണ്ട്, ഇപ്പൊ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ കറക്ഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇക്വേഷനിൽ 2πdV. I എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട്, ഡി എന്ന് പറഞ്ഞ സ്പേസിംഗ് ഓഫ് ഇലക്ട്രോഡ്സ്, ബി ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ്, നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്. ഇതിൽ നിന്ന് റെസിസ്റ്റിവിറ്റി കിട്ടും. നേരത്തെ ടേബിളിൽ നമുക്ക് ഓരോ റെസിസ്റ്റിവിറ്റിക്കും ഓരോ ടൈപ്പ് ഓഫ് സോയിൽ അല്ലെങ്കിൽ റോക്കിന് ഡിഫറെന്റ് റെസിസ്റ്റിവിറ്റി നമ്മൾ കാണിച്ചിരുന്നു അല്ലെ. അപ്പൊ അത് വെച്ച് നമ്മളത് ഏതാണ്, ഏത് ടൈപ്പ് ആണെന്ന്, ഏത് ടൈപ്പ് സോയിൽ ആണെങ്കിൽ ഏത് ടൈപ്പ് ലെയർ ആണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ ഒരു മെത്തേഡാണ് ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫിക്സഡ് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 3 സെറ്റപ്പ് ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടെ ഒരുപാട് ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്യും. ആദ്യത്തെ കേസിൽ A1 എന്നുള്ള സ്പേസിങ്ങിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ സെറ്റിങ്ങിൽ A2 എന്നുള്ള സ്പേസിങ്, അതായത് A1നേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസിൽ നമ്മൾ ഇലക്ട്രോഡ്സിനെ സ്പേസ് ചെയ്യും. ഇനി തേർഡ് സെറ്റിങ്ങിലാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്പേസിങ്ങിൽ വേണം ഇലക്ട്രോഡ്സിനെ സെറ്റപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡിൽ ഇലക്ട്രോഡ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോഡ്സിനെ. ഇപ്പോൾ ഫസ്റ്റ് സെറ്റിങ്ങിൽ A1 എന്നുള്ള സ്പേസിംഗ് ആണെങ്കിൽ സെക്കൻഡ് സെറ്റിങ്ങിൽ A2 അതിനേക്കാൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യും. തേർഡിൽ അതിനേക്കാൾ കൂടുതൽ A3 എന്നുള്ള സ്പേസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എത്തുന്നത് വരെ ഈ സ്പേസിംഗ് ഇങ്ങനെ നമ്മൾ കൂട്ടി വരുന്നുണ്ടായിരിക്കും. സ്പേസിംഗ് ഇസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. സ്പേസിംഗ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ വരെ, ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എത്തുന്നത് വരെ. അപ്പോൾ നമ്മുടെ കറണ്ടിന്റെ പെനട്രേഷൻ ഈ സ്പേസിംഗുമായിട്ട് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, ആ സമയത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ റെസിസ്റ്റിവിറ്റി, മീൻ റെസിസ്റ്റിവിറ്റി എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് വാല്യൂസ് പറയുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രാറ്റ ഏത് ടൈപ്പ് ആണെന്ന് അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഏത് സ്ട്രാറ്റയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. സ്ട്രാറ്റ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഹാർഡ് സ്ട്രാറ്റയും സോഫ്റ്റ് ലെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഹാർഡ് ലെയറിന്റെ മീതെ സോഫ്റ്റ് ലെയറും അതുപോലെ സോഫ്റ്റ് ലെയറിന് മീതെ ഹാർഡ് ലെയർ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കൽ സൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെറിയ പ്രിലിമിനറി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് ജിയോഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡിൽ 2 ഉണ്ട്. ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ് മെത്തേഡും ഇലക്ട്രിക്കൽ സൗണ്ടിങ്
മെത്തേഡ്, ഈ രണ്ട് മെത്തേഡാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. The methods are capable of detecting only the strata having different electrical resistivity. അപ്പോൾ നമുക്ക് നമ്മുടെ ലയേഴ്സിന് ഡിഫറെന്റ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Second one, the results are considerably influenced by surface irregularities, wetness of strata, and electrolyte concentration of groundwater. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സർഫസിന്റെ ഇറഗുലാരിറ്റീസ്, അതുപോലെ തന്നെ എത്രത്തോളം വാട്ടർ കണ്ടന്റ് ആ സ്ട്രാറ്റയിൽ ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് വാട്ടറിലുള്ള ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ റിസൾട്ടും വേരി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊരു അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല അതിൽ നിന്ന് കിട്ടുന്നത്. ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം സോയിലിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് മാറിക്കൊണ്ടേയിരിക്കും. As the resistivity of different strata at the interface changes gradually and not abruptly as assumed, the interpretation becomes difficult. നേരത്തെ പറഞ്ഞ കേസ് തന്നെ ഇതുപോലെ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാജുവൽ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റം അവിടെ പെട്ടെന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രാറ്റയുടെ റെസിസ്റ്റിവിറ്റി പെട്ടെന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് ഇന്റർപ്രറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സെർവറും ആവശ്യമാണ്. നല്ല സർവീസ് ഓഫ് എൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് ആർ നീഡഡ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി മെത്തേഡിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റും ജിയോഫിസിക്കൽ മെത്തേഡ്സും ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.